വിദ്യാർത്ഥിയും ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡന്റുമായ ശ്രീ സാജൻ എസ്. സ്വന്തം തറവാടായ MKMLPSന്റെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൻ. സക്സസ് പോലുള്ള സന്നദ്ധ സംഘടനകളിലെ കാരുണ്യ വെളിച്ചം. നമ്മുടെ സ്കൂളിനോട് കാണിച്ച എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, 2002-2003 വർഷം പാസ് ഔട്ടാണ് ഇവിടുത്തെ 5ാം ക്ലാസ്. അത് കഴിഞ്ഞ വർഷം, അതായത് 2013 മെയ് മാസം ഞങ്ങൾക്ക് ഇവിടെ സ്കൂൾ കഴിഞ്ഞ് ഞങ്ങൾ പഠിച്ചിറങ്ങിയൊരു 10 വർഷമായി. ഇപ്പോൾ ആരെയും കാണാനില്ല. സോ ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ വയ്ക്കാം എന്നൊരു ഐഡിയയുമായിട്ട് ഞാനിവിടെ മിനിച്ചേട്ടനെ കാണാൻ വന്നതാണ്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ആയ കാര്യങ്ങളൊക്കെ പറയുകയും നമ്മൾ അതിനുമായി കുറേ മീറ്റിംഗ്, മാനേജറുമായിട്ട് കുറേ മീറ്റിംഗ് കൂടി. ഇപ്പോൾ എന്നെ കഴിയുന്ന രീതിയിൽ സഹായം ആ സിറ്റുവേഷനിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ സസ് എന്ന ക്ലബ്ബിൽ ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്ത് വരുമായിരുന്നു. സോ ഞാൻ ഈ കാര്യം അപ്പോൾ ദീപ ചേച്ചിയെ വിളിച്ചു, നമ്മളിൻ്റെ ഹെഡായ ദീപാനന്ദ പത്മനാഭൻ ചേച്ചി വിളിച്ച് പറയുകയും ചേച്ചി ഉറപ്പായിട്ട് ഓക്കെ സാജ എഡ്യൂക്കേഷൻ രീതിയിലുള്ള കാര്യമല്ല, നമുക്ക് സഹായിക്കാം എന്ന് ചേച്ചി ഇങ്ങോട്ട് ഓഫർ ചെയ്തു. പിന്നെ നമ്മളത് ബന്ധപ്പെട്ട ബാക്കി മീറ്റിങ്ങുകൾ കൂടി, പിന്നെ സ്റ്റോഫ് ചേച്ചിയും ബാക്കി വിളിക്കുന്ന ഓരോ വോളണ്ടിയേഴ്സ്, ഞാൻ പേരെടുത്ത് പറയുന്നതിൽ ഒരുപാട് പേരുണ്ട്, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും വന്ന് അവരുടേതായ പാർട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർസാസിന് ഇവിടോട്ട് ജസ്റ്റ് സ്കൂളിട്ടൊന്ന് ലിങ്ക് ചെയ്യിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. പൂർവ്വ വിദ്യാർത്ഥികളുടെ അതിനപ്പുറത്തോട്ട് എനിക്കൊരു ഡ്യൂട്ടി ഇല്ലായിരുന്നു ഇതിൽ. പിന്നെ ഓക്കെ, ഇവിടെ എല്ലാ വർക്കിലും ഞാനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അല്പം അഭിമാനകരമായ നിമിഷമാണ്. ഒന്നാമത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് അഭിനന്ദനം കിട്ടുക, അതൊരു വലിയ കാര്യം. അതിനേക്കാൾ ഉപരി ഞാൻ സുരേഷ് ഗോപി സാറിനെ ഫസ്റ്റ് ടൈം കാണുന്നത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതും എൻ്റെ അപ്പുറത്തുള്ളൊരു സ്കൂൾ, ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ, ഞാൻ അവിടെയാണ് +2 വരെ പഠിച്ചത്. അവിടുത്തെ ഫംഗ്ഷൻ്റെ ഗസ്റ്റ് സാറായിരുന്നു, നെല്ലിമുടി ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഞാൻ അവിടുത്തെ സ്കൗട്ടിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ സ്കൗട്ടിന്റെ യൂണിഫോമിൽ നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ പിള്ളേരും വന്ന് ഓട്ടോഗ്രാഫ് ബുക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സാറിൻ്റെ പോയി സ്റ്റേജിലേക്ക് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി. എൻ്റെ അന്ന് ഓട്ടോഗ്രാഫ് ബുക്ക് ഇല്ലായിരുന്നു. എനിക്കന്ന് സാറിനെ അടുത്ത് പോയി കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അന്ന് വെറും 12 വയസ്സ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സായതിനാണ് ഞാൻ. ഇന്ന് 12 തിരിച്ചിട്ട് 21 വയസ്സായതിനാണ് നിൽക്കുമ്പോൾ അതേ വ്യക്തിയോടൊപ്പം ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതൊരു വളരെ വലിയൊരു അച്ചീവ്മെന്റ് ഞാൻ കാണുന്നു. ഒരു കുഞ്ഞു കാര്യം കൂടെ, സുരേഷ് ഗോപി സാറ് ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ആൾമോസ്റ്റ് ഇവിടെ 200 എന്ന് പറഞ്ഞെങ്കിലും 250-ലധികം സിനിമകളിൽ സാർ അഭിനയിച്ചു കഴിഞ്ഞു. സോ ഡെഫിനറ്റ്ലി ഈസ് എ സൂപ്പർ സ്റ്റാർ, അതിൽ ആർക്കും ഒരു ഡൗട്ട് ഇല്ല. പക്ഷേ എപ്പോഴാണ് ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നത്? ഇപ്പൊ ഒരു മീഡിയയിൽ കുറച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഒരു സോ കോൾഡ് സൂപ്പർ സ്റ്റാർ ആവും. ഇപ്പൊ നസീം ഉണ്ടെങ്കിൽ ഒരു ആൽബം ചെയ്തു, നമ്മളൊരു വോളിയം ഓഫ് വർക്ക് കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ വിളിക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ. ബട്ട് റിയൽ ലൈഫിലൂടെ നമ്മൾ കുറെ ചാരിറ്റിയും ബാക്കി സോഷ്യൽ സർവീസും ബാക്കി നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങളുടെ ചെയ്ത് ബാക്കിയുള്ളവർ കൂടെ സഹായിക്കുമ്പോഴാണ് നമ്മളൊരു റിയൽ സൂപ്പർ സ്റ്റാർ ആവുന്നത്. സോ അങ്ങനെ റിയൽ സൂപ്പർ സ്റ്റാറിന് ഒപ്പം ഒരു വേദി പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. പിന്നെ ബാക്കി എല്ലാവരും പ്രസംഗം പറഞ്ഞ നേരത്തെ ഒരു മെസ്സേജ് ഒക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് പറയാനുള്ള ലെവലിൽ ഞാൻ ആയിട്ടില്ല. എങ്കിലും നിങ്ങളിപ്പോൾ ചിന്തിക്കുക, നിങ്ങളിപ്പോൾ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ലെവലിൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. എല്ലാവർക്കും ജീവിതത്തിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇന്ന ലെവലിലാവണം, അല്ലെങ്കിൽ ഇന്ന ലെവൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. പക്ഷെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. സർസ സംഘടന നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. എന്ത് സഹായത്തിനും സർസ സംഘടന, പഠനപരമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് വരുന്നു. That's it. Thank you. ആരും എന്നെ സമീപിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട്. ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് സർസാസ് നീങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്ന് ഈ പദ്ധതി തട്ടിപ്പറിച്ചതാണ്. അവർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഞാൻ അവരുടെ അടുത്തുനിന്ന് പിടിച്ചു പറിച്ചെടുത്ത് നടത്തിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിതത്തിൽ ചില എതിരൂലികൾ വരുന്നത് നമ്മളെ കുറച്ചുകൂടി നല്ല നിലയിൽ കൊണ്ടു ചെന്ന് നാട്ടുന്നതിനുള്ള അവസരം ദൈവം തന്നെ ഒരുക്കുന്നതാണ്. അത്രയും ഇംപ്രസീവായിട്ട്, അത്രയും നമുക്ക് മനസ്സിൽ ഒരു ഓർമ്മ പോലെ സൂക്ഷിക്കാവുന്ന ഒരു
ഒരു ഓർമ്മച്ചെപ്പായി ഈ പ്രദേശത്തിന് ഇത് സമ്മാനിച്ചിരിക്കുന്നത് സർസാസിലെ ദീപയും ശോഭയും മീരയും അതുപോലെ തന്നെ സച്ചിൻ, സാജൻ, അശ്വിൻ, അങ്ങനെയുള്ള ഒരു പറ്റം സഹൃദയരാണ്. അവരെ ഞാൻ ഈ വേദിയിൽ നിന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിരിക്കുന്നു അവർക്കെല്ലാം. നാട്ടിൽ പലർക്കും സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. എഡ്യൂക്കേഷനിൽ നിങ്ങളെപ്പോലെ ഹെൽത്തിൽ പ്രായമായവർക്ക് പലർക്കും ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ഭാരവാഹികൾ. സർസാസിൻ്റെ ഒരു കാര്യമാണ് ഈ സ്കൂളിൻ്റെ ഈ അവസ്ഥ. ഉടനെ ഇമ്മീഡിയറ്റ്ലി സാർ പറഞ്ഞത് ഞാനത് ചെയ്യാണ്. സാർ തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, സത്യമാണ്. he didn't think about it. വേറെ ഒന്ന് അമർച്ചൊന്നും ആലോചിച്ചില്ല. ആ മിനിറ്റ് പറഞ്ഞു ബഡ്ജറ്റ് തരൂ, ഞാൻ ചെയ്യാം. ഐ തിങ്ക് ഇതിന് നിങ്ങൾ കൈയടിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടുള്ള എല്ലാ മക്കൾക്കും എൻ്റെ നമസ്കാരം.